ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതിന് മുമ്പേ നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടിട്ടില്ലേ, 3 ആഴ്ചത്തോളമായി നമ്മൾ കണ്ടിട്ട് ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല പൊന്തിച്ച് നോക്കലുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോ അങ്ങനെ അധികം അങ്ങോട്ട് റെക്കമെൻഡേഷനിലേക്ക് പോവലില്ല, അവിടെ കുറേ ആൾക്കാരൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ഇത്ര വലിയൊരു ഗ്യാപ്പ് എടുത്തത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. എല്ലാം നമുക്ക് വിശദമായി തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. എന്തും ചൂടാണ് ഞങ്ങളോട് പറയേണ്ടത്. ചൂടാന്തരം പോച്ചിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് മനുഷ്യന്മാർ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കല. അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇനിയും ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ മാനസിക നില തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും അങ്ങനെ പഠനങ്ങൾ പറയുന്നുണ്ട് പോലെ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പായിട്ടും ഭ്രാന്തായി പോകില്ല മനുഷ്യന്മാർക്ക്. അങ്ങനെയാണ് പോക്ക്. ഓരോ ദിവസം ഇത് കൂടുക എന്നല്ലാണ്ട് കുറയണില്ലല്ലോ. എന്തൊരു ചൂടാന്തരം പോച്ചിലാണെന്നാ പറയേണ്ടത്. രാവിലെ കൂടെ തല പൊന്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളില്ല, വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ്, ഒരു അടിപൊളി എക്സ്ക്യൂസ് ആണല്ലോ അതിൽ നമുക്ക് നേരം വൈകി എണീക്കാൻ വേണ്ടിയിട്ടുള്ള. അതൊന്ന് മാത്രം മതി, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ നേരം വൈകി എണീക്കും. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി. ഒരു 6 മണി 6:15 ആവും എണീറ്റ് വരാൻ വേണ്ടി. ചിലപ്പോൾ ചില ദിവസം 6:30 ആവലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എണീറ്റ് കൊണ്ട് പോകുന്ന മുഖം കഴുകുമ്പോൾ മുഖത്തേക്ക് ആ ഒരു വെള്ളം കൊണ്ട് ആക്കുമ്പോണ്ടല്ലോ എന്തായിരിക്കും ഒരു സുഖം. നമ്മൾ ആ ഒരു ക്ഷീണം പിടിച്ചിട്ട് ആ രാത്രിത്തെ ആ ഒരു ചൂടാതിരി പോച്ചൽ ക്ഷീണം പിടിച്ചിട്ട് എണീറ്റ് വരില്ല. ഉറക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു മയക്കായിരിക്കും. നമ്മൾ ആ ഒരു ക്ഷീണത്തിൽ കിടന്നിട്ടുള്ള ആ ഒരു മയക്കായിരിക്കും. അപ്പോൾ ആ ഒരു മയക്കൊക്കെ കഴിഞ്ഞ് ആ മുഖത്തേക്ക് ആ ഒരു വെള്ളം തട്ടുമ്പോഴൊരു സുഖം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി, മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്തും കുത്തുകയാണ് കേട്ടോ. അതില്ലാണ്ട് ഒരു കളിയില്ലേ. അങ്ങനെ ഇതാ നമ്മളെ മൈൻഡിൽ ഇന്നലെ എഴുതി വെച്ച് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കി അതൊക്കെ ഒന്ന് എഴുതി വെച്ച് അതൊക്കെ ഒന്ന് അവലോകനം ചെയ്യാൻ കുത്തിരിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം കുടിക്കുക എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം കുടിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്, അത് ഈ ഒരു ഇൻട്രസ്റ്റ് ഈ രാവിലത്തെ ഈ ഒരു നേരം മാത്രമേ ഉണ്ടാവലുള്ളൂ കേട്ടോ. അതിൻ്റെ പാർശ്വത ഫലമായിട്ടാണ് നമ്മൾ വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു പോയത്. വേറെ ഒന്നല്ല, മൂത്രക്കടച്ചിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനേനി, യൂറിൻ ഇൻഫെക്ഷനേനി കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നല്ല ശക്തിയിൽ എൻ്റെ മൂപ്പരും ഇങ്ങോട്ട് പോന്നിക്കണ്. അതിൻ്റെ കൂടെ പനിയും, ഈ ഒരു ചൂടത്ത് ആ ഒരു പനിയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെടുക്കാണ്ടാവുക. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് സംഭവിച്ച ഒരു കാര്യം, ഇതിപ്പം പ്രശ്നങ്ങൾ വരുമ്പം ഓരോന്നോരോന്നായിട്ടല്ലേ വരിക. ഓരോ ഒക്കപ്പാടെ വണ്ടിയും വിളിച്ചിട്ടാണ് വരിക. എന്നിട്ട് നമ്മളെ തലമണ്ടയിൽ കയറി കുത്തുന്ന ഒരു ഒറ്റ അടിയായിരിക്കും എല്ലാവരും കൂടി. പൂർത്തിയായി സംഗതി, സന്തോഷമായി ഗോപിയേട്ടാന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു ഭാഗത്ത് അടങ്ങി ഒതുക്കി കുത്തിരിക്കാം. അങ്ങനെ അതിൻ്റെ ആ ഒരു പനിയും ക്ഷീണമൊക്കെ ഒന്ന് വിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പനി ഇങ്ങോട്ട് വന്ന്. അടുത്ത പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്ന പോലെയല്ലേ, മൊത്തത്തിൽ മേലും കൈയും വേദനയായിട്ട് ഈ ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ചിട്ട് തൊടാൻ പറ്റാത്തൊരവസ്ഥയിലായി വന്ന്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെയും ഈ ഡോക്ടറെ അടുത്ത് പോവാ വരിക ഇത് തന്നെയാണ് കലാപരിപാടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷനായി. ഈ ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ അത് ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ വരുത്തി വെച്ചൊരു കാര്യമാണെന്ന് മനസ്സിലായത്. ഡോക്ടറെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാൻ വേറെ എവിടെയും പോകേണ്ടി വന്നില്ല. ഡോക്ടർ നല്ല ഉളുപ്പട്ട ചീത്ത പറഞ്ഞാൽ അത് സന്തോഷം കേട്ടും കൊണ്ട് പോകുന്നത് വേറൊന്നല്ല, എൻ്റെ അത്യാഗ്രഹം കൊണ്ട് വന്നൊരു കാര്യമാണ്. ഈ റോസ് വാട്ടറിൻ്റെ സ്പ്രേ നമ്മൾ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞല്ലോ, മുടി നല്ല രീതിയിൽ മാറ്റം വരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ. ഇപ്പം എല്ലാം തൊട്ടാലും പിടിച്ചാലും നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആഡ്സ് വരുന്നതാണ് റോസ്മേരി വാട്ടറിൻ്റെ. റോസ് വാട്ടർ അല്ലേ, മാറിപ്പോയതാണ് ആൾ റോസ്മേരി വാട്ടർ. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തതാണ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കമൻറ്റിൽ വന്ന് പറയും ചെയ്തിന്, അബി മുടിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, നല്ല മാറ്റം വന്നിക്കണല്ലോ എന്ന്. നല്ല നമുക്ക് ശരിക്കും വിസിബിളായിട്ടുള്ളൊരു മാറ്റം കാണാൻ പറ്റും ഈ റോസ്മേരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് വെള്ളം തിളപ്പിച്ചിട്ട് അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എന്താക്കി, നല്ല മാറ്റം വന്നു കഴിഞ്ഞപ്പം നമുക്ക് അത്യാഗ്രഹം കൂടി. നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാഗ്രഹം കൂടി. അപ്പോൾ ഇനി ഇങ്ങനെ മുടി കൊണ്ട് വളർന്ന് പനങ്കൊല പോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താക്കി, രാത്രി കിടക്കാൻ നേരം ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ ഈ റോസ്മേരി വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, മുടി നല്ല തണുപ്പിച്ച് വെക്കുക എന്നുള്ള പരിപാടിയാണ് പിന്നത്തെ കലാപരിപാടി ഉണ്ടത് കേട്ടോ. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു നീരിറക്കം വന്നത്. രാത്രിക്ക് ഒന്നാമത് ചൂടും, അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ, നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല സുഖം കിട്ടും. അപ്പോൾ ആ ഒരു സുഖം പിടിച്ചിട്ട് ഞാൻ എന്താക്കി, എല്ലാ ദിവസവും ഇതെൻ്റെ പരിപാടി.
അപ്പോൾ നല്ലട അതിൻ്റെ സത്ത് കിട്ടണ്ടേ, എന്നിട്ട് മുടി ഇങ്ങനെ വളർന്ന് എന്തായിരിക്കും സ്വപ്നം എന്ന് പറയുക. ഇത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അത്ര കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, നീരിറക്കം വന്ന് ബ്രസ്റ്റിൻ്റെ അങ്ങോട്ടൊക്കെ നീരിറങ്ങി ചെവീൻ്റെ ആ ഭാഗത്തൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥേന്. അങ്ങനെ അതും കൊണ്ട് കുറച്ച് കളിച്ച്, അതും കൊണ്ട് ഒരു 1.5 കളി തന്നെ കളിച്ച് ഞാൻ. ഒരു ഓട്ടം തുള്ളലേരി ഇവിടെ ആരോടൊന്നും പറയാനും പറ്റില്ല. ഏട്ടൻ്റെ വായിൽ നിന്നാണെങ്കിൽ ഉൾപ്പെട്ട് കേട്ട് അത് വേറൊരു വക. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ വാങ്ങിയും ഇത്രയും ബോധവും അതില്ലെന്ന് ചോദിച്ചിട്ട് ഡോക്ടറെ വക വേറെ ഒന്നും പറയണ്ട. എല്ലാ ഭാഗത്തുനിന്നും കേട്ട് സംതൃപ്തി അടഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ പുട്ടും ചെറുപയർ കറിയും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അടുക്കളയിൽ ഇനി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളെ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ അത് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് പണിക്കാറുണ്ട്. അപ്പോൾ ഓർക്കിടക്കിടക്ക് ഇപ്പോൾ അത്രയും ചൂടല്ലേ. അപ്പോൾ ഏട്ടന് ഇതാ പണിക്കൊക്കെ പോകാൻ റെഡി ആയിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ വർക്ക് ഏരിയേൻ്റെ ഇവിടെ ഗ്രിൽസ് വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി പിന്നെ അതുപോലെ തന്നെ ഗ്രിൽസും ഡോറൊക്കെ വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളതിങ്ങനെ മെല്ലെ മെല്ലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വർക്ക് ഏരിയേൻ്റെ പണി എന്തായി നമ്മളോട് കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കലുണ്ട് പണി തുടങ്ങിയ സമയം മുതൽ. അപ്പോൾ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് കയ്യിൽ പൈസ വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് മെല്ലെ മെല്ലെ തീർക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ വരുന്നതിന് മുമ്പേ ഈ ഒരു പണി അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 2 ദിവസമായി ഇപ്പോൾ ഇവർ പണിക്ക് വരുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം പിന്നെ ലീവ് കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ വരും എന്നുള്ളത് വലിയൊരു ഉറപ്പില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണ കൂട്ടത്തിൽ പണിക്കാരങ്ങനെ കണക്കാക്കിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് പുഴുങ്ങാട്ടതാണ് കേട്ടോ. ഇത് നമ്മളെ പുതിയ അതിഥിക്കായിട്ടുള്ള പരിപാടിയാണ്. അപ്പം വലിയൊരു വിശേഷങ്ങളോട് പറയാനുണ്ടേന്. അപ്പോൾ ഇവളാണ് ടെസ. അപ്പോൾ ഇവളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയായി ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ചത്തോളമായി ഇവളിപ്പോൾ നമ്മളെ കൂടെ. അപ്പോൾ ശിഖമോളെ നിർബന്ധപ്രകാരം ഏട്ടന്മാരപ്പുറം കളിക്കാൻ പറ്റണില്ല, ഒരു ഫുട്ബോളാണ് കളിക്കണത്. ഫുള്ള് പരാതിപ്പെട്ടി തന്നെ, എനിക്കാരും കളിക്കാനില്ല, എനിക്കൊരു നായ്ക്കുട്ടീനെ വാങ്ങിത്താന്ന് പറഞ്ഞ് ഫുൾ പരാതി തന്നെ. അപ്പോൾ ഈ വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ശിഖമോള് നായിനെ വേണമെന്ന് പറഞ്ഞ് കച്ചറയാക്കണ പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാമൻ്റെ മോൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് നായിനെ വേണമെന്ന്. അങ്ങനെയാണ് ടെസ നമ്മളെ വീട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ വയ്യാലെയാണ് ശിഖമോള്. പിന്നെ ഇവിടെ 5-6 ആൾക്കാർ ഇവരെന്നെ ഉണ്ടല്ലോ മാറി മാറി നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നായ്ക്കുട്ടിൻ്റെ വയ്യ തന്നെയാണ്. പിന്നെ ഞാൻ ഇതുവരെ അതിനൊന്ന് തൊട്ടിട്ട് പോലില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ നായിനെയും പൂച്ചേനെയൊക്കെ. ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞിനല്ലോ. അപ്പോൾ എനിക്കത് ഒരു ട്രോമയായിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്, നായിൻ്റെ വയ്യാലെ ഓടിനി ചെറുപ്പത്തിൽ. അപ്പോൾ അത് എപ്പോഴും മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ നായിനി പൂച്ചനെയൊക്കെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടില്ല. അപ്പോൾ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ബാക്കിയുള്ള പരിപാടികൾ അതിനെ കളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ മക്കൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുക്കിങ്ങൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ചോറ് വേവാനായിക്കണം. പിന്നെ കറിയായിട്ട് ഇന്ന് പരിപ്പും മുരിങ്ങക്കായുമാണ് കറി വെക്കണത്. അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ ഒരു ചമ്മന്തി പൊടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പണിക്കാർക്ക് ഇനിയിപ്പം രാവിലത്തേക്കുള്ള ഭക്ഷണം, ഒരു ഉച്ചക്കത്തേക്ക് ചോറിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിന് ഞാൻ വിചാരിച്ച് വേഗം ആട്ട ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കാം, മുട്ട റോസ്റ്റും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് നമ്മളെ ഉപ്പേരിക്ക് പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുറച്ച് പയർ കിട്ടിയിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പേരിക്ക് ഇവിടെ പേരിനെ കഴിക്കുള്ളൂ. ആദ്യം ശിഖമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി. പോളും ഒന്ന് ബാക്കോട്ടാണ് ഉപ്പേരി കഴിക്കണ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായൻ്റെ കാര്യം ആരും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മക്കളൊക്കെ എണീറ്റ് വരുന്നുള്ളൂ. പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഉറപ്പായിട്ട് നേരം വൈകിട്ട് 2 എണീക്കുക. ഞാൻ അങ്ങനെ വിളിക്കാൻ നിൽക്കലില്ല. അപ്പോൾ ചായൻ്റെ പുട്ടും ചെറുപയർ കറിയും റെഡിയാക്കി വെച്ചിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഉച്ചക്കത്തേക്കുള്ള പയറുപ്പേരി സെറ്റായി. പിന്നെ ഒരു ചമ്മന്തിയും പൊടിച്ച്, പിന്നെ കറി ഞാൻ പറഞ്ഞില്ലേ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും റെഡിയാക്കി. അപ്പോൾ നമ്മൾ ചോറും റെഡി ആയിക്കണം കേട്ടോ. അതൊന്ന് ഊറ്റാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ അതും കാസറോളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയും സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ച് അതിൻ്റെ ഇടക്ക് പിന്നെ മുട്ട റോസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിക്കണം. ഇനിയിപ്പോൾ നിൽക്കാനേ കഴിയില്ല. കുളി പാസ്സാക്കിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല.
പിന്നെ നമ്മളെ മുടീൻ്റെ കാര്യം, ഹെയർ കെയറിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഡാമേജ്ഡ് ആവാൻ, നമ്മളെ മുടി ഡാമേജ്ഡ് ആവാൻ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് അല്ലേ. അപ്പം നല്ല രീതിയിൽ മുടീനെ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി നമുക്ക് കിട്ടും. അപ്പം ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മാമാർത്ത് ബ്രാൻഡുമായിട്ട് പാർട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. മാമാർത്ത് ബ്രാൻഡിൻ്റെ ഹിബിസ്കസ് റേഞ്ചിൽ വരുന്ന ഡാമേജ്ഡ് റിപ്പയർ ഹെയർ ഓയിലും അതിൻ്റെ തന്നെ ഷാമ്പു ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ മാമാർത്ത് ബ്രാൻഡിൻ്റെ ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ്. പാരബൻ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും കൂടിയാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഹിബിസ്കസ്, കറി ലീഫ്, അതുപോലെ തന്നെ ബ്രിങ്കരാജ് ഓയിലും കൂടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹിബിസ്കസ്, അതായത് നമ്മളെ ചെമ്പരത്തി, കറിവേപ്പില, ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രത്തോളമാണ് അതിൻ്റെ ഹെയർ കെയറിൽ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ മുടീനെ സ്ട്രോങ് ആക്കാനും നറേഷ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളെ റഫ് ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള, ഈ ഒരു കാലാവസ്ഥയിൽ മുടിയൊക്കെ ഡ്രൈ ആയിട്ട് ഫുൾ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും, അതിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഹെയർ സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു കോംബ് അപ്ലിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഈസിലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇത് എല്ലാ ഹെയർ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ഡാമേജ്ഡ് ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിലും ഷാമ്പുവും ഒരുമിച്ച് ഈ ഒരു കോമ്പോയിൽ തന്നെ ഉപയോഗിച്ച് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ഫീൽ ഗുഡ് മോ ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മാമാർത്ത് ഇപ്പം ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ടും വരെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ മാമാർത്തിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറന്നു പോകരുതേ. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് നല്ല തണുത്ത മൊഹബത്ത് കാ സർബത്ത് അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പണിക്കാർക്കും കൊടുക്കാം. അപ്പോൾ ഞാനിതാ നല്ല ഐസ് ക്യൂബ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാഞ്ഞത്. നമ്മളെ വത്തൊക്കെ എടുക്കുക, കുരു കളഞ്ഞിട്ടുണ്ടാക്കുക. ഇനിയിപ്പോൾ കുടിക്കണവർ കുറച്ച് കഷ്ടപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് കുരുവോടിയും ചേർക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് പണിക്കാർക്കും കൂടി കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് അതിലേക്ക് പാലും കൂടി ചേർത്ത് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കസ്കസൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാധനം സെറ്റായി. അപ്പോൾ അത് ഞാനിതാ പണിക്കാർക്ക് കൊണ്ടു കൊടുത്ത്. അപ്പോൾ ഓർക്ക് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടെസക്കുള്ള കൂട് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടോ. അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാത്രം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടുമല്ലോ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കിത് പേടിയാണല്ലോ, അപ്പോൾ അഥവാ മക്കളില്ലെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോട് വേറെ തന്നെ ചെറിയൊരു ഡോർ പോലെ ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ട് പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്നുള്ള സംഭവം. യൂട്യൂബിൽ തന്നെ കണ്ടത് തന്നെയാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അതുപോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതാ ഒരുക്കുള്ള ചായൻ്റെ ചപ്പാത്തി അങ്ങോട്ട് ചുട്ട് പിന്നെ മുട്ട റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കുക. ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകി സിങ്കും കൗണ്ടർ ടോപ്പും അങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അടുക്കള അങ്ങോട്ട് ക്ലീനായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പം നമ്മളത് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10:30-10:15 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പണിക്കാർ ചായ കുടിക്കാൻ എത്തിയിട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിയും റെഡിയാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ട റോസ്റ്റാണ്. കുറച്ചൊരു ഗ്രേവിയിൽ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള കുറച്ചൊരു ഗ്രേവിയിൽ ഞാൻ മുട്ടക്കറിയും റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഓരോ ചായ കൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഇതാ മക്കളെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നായ്ക്കുട്ടി ഉള്ളതിനെ കൊണ്ട് ഈ ഫുട്ബോൾ കളിക്കുന്നവരും കൂടി ഫുട്ബോൾ കളിക്കാണ്ടായി. ശിഖമോക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്, ശിഖമോക്ക് ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നായ്ക്കുട്ടീനെ വാങ്ങിയത് കേട്ടോ, ടെസേനെ വാങ്ങിയത്. അപ്പോൾ ഇപ്പം എല്ലാവരും ടെസേൻ്റെ വയ്യാലെ തന്നെയാണ്. അപ്പോൾ കൂടൊക്കെ റെഡിയായി കഴിഞ്ഞ് കൂടൊക്കെ അടിച്ച് ഒരു സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ടെസേനെ കൂട്ടിലേക്ക് ഇടണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വെറുതെ ഒച്ചപ്പാടൊന്നും കേൾക്കാൻ ഞാൻ പോയി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പം വത്തക്ക എടുത്ത് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കലക്കി ഓരെന്നെ ഇരുന്ന് കുടിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ഇതാ ടെസ്സേനെ പുറത്തിറക്കിയിട്ട് കുറേ നേരം ഇവരിങ്ങനെ ടെസ്സേൻ്റെ കൂടെ കളിക്കിട്ടോ. അതിന് ടെസ്സക്കാണെങ്കിൽ എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ് ഇവരെ കൂടെ കളിക്കുമ്പോൾ. ചെറിയ എനിക്ക് തോന്നുന്നു 2 മാസമായി എന്നാണ് ഒരു പറഞ്ഞത് കേട്ടോ. തരുന്ന സമയത്ത് 1.5 മാസം 1.25 മാസം 2 മാസത്തിനടുത്താവാനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതാ മക്കളൊക്കെ ടെസ്സയൊക്കെ ആയിട്ട് നല്ല കളിയിലാണ്. അപ്പോൾ ഇതാ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ പണികളൊക്കെ കഴിയൂട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള മിഷനിലിട്ട് അതൊക്കെ റെഡി ആയിക്കണം. ഇനിയിപ്പോൾ അതൊന്നും കൊണ്ടേ ആറിയിടണം, ആ ഒരു പണിയും കൂടി ഉള്ളൂ. ബാക്കിയുള്ള നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളായാലും ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലൊക്കെ റെഡിയായി. പിന്നെ പണിക്കാർക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വേണ്ട കേട്ടോ, ഒരു 10 മുമ്പേ തന്നെ പോകും, കുറച്ച് പണിയുള്ളൂ ഇന്ന്. അപ്പോൾ കൂടൊക്കെ റെഡിയാക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ അതിന് ഒരു പ്രൈമർ ഒരു കോട്ടിങ് അടിക്കണം എന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ എൻ്റെ മരുന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ മരുന്ന് ഒരുപാട് മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു കുറച്ചൊരു ക്ഷീണം ഉണ്ടാവും എന്നുള്ളത്, മരുന്ന് കഴിക്കണ സമയത്ത് കുറച്ചൊരു ഇതുള്ള മയക്കുള്ളൊരു മരുന്നാണെന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഉറക്കമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് പറയും ശിഖേനെ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുങ്ങനെ ഒന്ന് പോയി കിടക്കും. ആ കിടന്ന് അത് ശരിക്കും അങ്ങോട്ട് ഒരു ഉറക്കത്തിലേക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു മയക്കേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ചൂടും കൂടിയല്ല, ആ ഒരു സമയത്ത് അതൊരു ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ട, പിന്നെ തലക്കടി കിട്ടിയ പോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് ചെയ്യുക, അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു തൂക്കൽ പിടിച്ച പോലത്തെ അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൂട് റെഡിയായി. ഇനിയിപ്പോൾ കൂടിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇടണം, ഷീറ്റ് തികഞ്ഞില്ലേ ഇനി. അപ്പോൾ ഷീറ്റ് ഇനിയിപ്പോൾ എക്സ്ട്രാ വാങ്ങിയിട്ട് ഒരു ഷീറ്റ് ഇടണം. പിന്നെ അടിയിൽ ആ ഒരു നെറ്റിൻ്റെ മേലെ ആയിട്ട് നമുക്ക് ഈ മരത്തിൻ്റെ പലക കഷ്ണം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് മെയിൻ ഡോർ അല്ലാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഈ ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ മാത്രം തുറന്നിട്ട് അതിലേക്ക് ഫുഡ് വെച്ചെടുത്തിട്ട് അത് അടച്ചാൽ മതിയല്ലോ. നല്ല ഹൈ ക്ലാസ് കൂടൊക്കെ അടിച്ച് വെച്ചെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 2 മനസ്സിലാണ് കേട്ടോ ഞാനും ഏട്ടനും ഇങ്ങനെ പറയുന്നേ ഇതിനെ വളർത്തണോ കൊടുക്കണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ചെറിയൊരു കുട്ടി ഉണ്ടായാൽ എങ്ങനെയാണ് അതുപോലെ തന്നെ നോക്കി കൊണ്ടടക്കണമല്ലോ. ഇതിനെ കൊണ്ടടക്കണതിനെ കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് സ്നേഹവും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് പേടി, ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു പേടി കുടുങ്ങിയത് ഇപ്പോഴും മാറിയില്ല. അതുകൊണ്ട് ഞാനിതിനെ ശരിക്കും തൊടുക പോലും ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദൂരെ നിന്നിട്ടുള്ള വർത്താനം പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളത് ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞാൽ ഓരോ ഇഷ്ടമല്ല ഓരെ നോക്കേണ്ട ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകും. പിന്നെ ഇജ് എന്നെ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ പേടി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര കാലം നിൽക്കും, എൻ്റെ പേടി മാറ്റാൻ പറ്റുമോ അതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണത് കുറച്ചും കൂടി നോക്കിയിട്ട് ചിലപ്പം കോഴിക്കോട് കൊണ്ടുപോയിട്ട് അച്ഛനമ്മക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ വെക്കുക, ഓർക്കൊരു കൂട്ടാവെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊടുക്കാമെന്ന് ഏട്ടനും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ പോകുമ്പം കാണും ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും പേടിയാണോ അല്ലെങ്കിൽ ഓർക്ക് ഇഷ്ടമാവോ അതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം മക്കൾ നല്ല ഇൻട്രസ്റ്റിൽ നല്ല രീതിയിൽ നോക്കണമൊക്കെ ഉണ്ട്. അപ്പം ഫുഡാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ നായ്ക്കുട്ടികളെയൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ എടുത്ത് പോയിട്ട് അതിനെ തൊടാനോ പിടിക്കാനൊക്കെ ഒരു പേടിയാണ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫാമിലിയിലേക്ക് ഒരു പുതിയ ആൾ വന്നതും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ ടെസ്സേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. കുറേ അധികം വിശേഷങ്ങൾ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ കുറേ ഗ്യാപ്പ് വരുമ്പം അങ്ങനെയാണ്, നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുതിയ വ്ളോഗിൽ അല്ലെങ്കിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ.